നമസ്കാരം. തലസ്ഥാനം നഗരസഭ പിടിച്ച ബി.ജെ.പിയുടെ സന്തോഷത്തിന് മുകളിൽ ഇപ്പോൾ തൂങ്ങിയാടുന്നത് മുൻ ഡി.ജി.പി ആർ ശ്രീലേഖയുടെ മനോവേദനയും മോഹഭംഗവുമാണ്. ഒരു സ്ത്രീ വിചാരിച്ചാൽ ലോകം നന്നാക്കാനും ലോകത്തെ നശിപ്പിക്കാനും കഴിയുമെന്ന് ഹിന്ദു പുരാണങ്ങൾ വരെ തെളിയിച്ചിട്ടുണ്ട്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം മഹാഭാരത യുദ്ധത്തിലാണ് കലാശിച്ചതെന്ന് നമ്മൾ മറക്കരുത്. ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ ആർ ശ്രീലേഖ സ്വപ്നം കണ്ടത് മേയർ കസേരയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ ശ്രീലേഖ എന്നത് ബി.ജെ.പിയുടെ താരപരിവേഷമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. ഈ താരപരിവേഷം പ്രചാരണത്തിലും വോട്ട് പിടുത്തത്തിലും പോസ്റ്ററിലും വോട്ടെടുപ്പ് ഘട്ടത്തിലുമെല്ലാം വാർത്തകളും വിവാദങ്ങളുമായി മാറി. തലസ്ഥാന എം.പി ശശി തരൂരിനെ പോലെ, ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പോലെ കോൺഗ്രസ് മേയർ ശ്രീലേഖ എന്നൊരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. ഈ മൂന്ന് പേരും അക്കാഡമിക്കലി ഉയർന്ന ഒരു നിലവാരം കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാനവാസികൾ രാഷ്ട്രീയത്തിനുപരി വ്യക്തിപ്രഭാവം നോക്കുന്നുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ശ്രീലേഖയെ മേയറായി കണ്ടത് മാധ്യമങ്ങളാണെന്ന വിമർശനമാണ് ബി.ജെ.പിയിലെ വി രാജേഷിനെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ശ്രീലേഖയെ മേയറായി കണ്ടത് പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. ഒരു മുൻ ഡി.ജി.പിയെ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിലെങ്കിലും പരിഗണിച്ചില്ലെങ്കിൽ അത് പാർട്ടിക്കും അതോടൊപ്പം തന്നെ വ്യക്തിക്കും മോശമായ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കും. ഇനി ബി.ജെ.പി തോറ്റിരുന്നുവെങ്കിൽ മേയറാകാൻ കഴിയാത്തത് പാർട്ടി ജയിക്കാനായില്ല എന്ന കാരണം പറഞ്ഞ് നിൽക്കാമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ബി.ജെ.പി ചരിത്ര വിജയമാണ് നേടിയത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ചരിത്രമാണ് സംഭവിച്ചത്. ബി.ജെ.പിയുടെ ആദ്യ മേയർ എന്ന പദവിയിലെത്തുന്ന ചരിത്രപരമായ ഒരു നിമിഷം. ബി.ജെ.പിയുടെ വിജയത്തിന് വഴിയൊരുക്കിയ കഴിഞ്ഞ കൗൺസിലിന്റെ സാരഥി ആര്യ രാജേന്ദ്രന് ബി.ജെ.പി അണികൾ നന്ദി പറയുമ്പോൾ ഒപ്പം അംഗീകരിക്കുന്ന പേരാണ് ശ്രീലേഖ. അവരുടെ സ്ഥാനാർത്ഥിത്വം ബി.ജെ.പിക്ക് കൂടുതൽ വിശ്വാസ്യതയും സ്വീകാര്യതയും ഉണ്ടാക്കി എന്നതിൽ ഒരു തർക്കവുമില്ല. ഇതുവരെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് IPSകാരെ സ്ഥാനാർത്ഥിയാക്കാൻ ആരും മുതിർന്നിട്ടില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും മുതിർന്നിട്ടില്ല. അഥവാ ഒരു IPSകാരും സ്ഥാനാർത്ഥിയായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കി ബി.ജെ.പി കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ ഒരു വാർഡിന്റെ കൗൺസിലറാകാൻ മാത്രമായി ശ്രീലേഖ തെരഞ്ഞെടുപ്പിൽ നിൽക്കാമെന്ന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാലം കടക്കുവോളം നാരായണ അങ്ങനെ പറഞ്ഞവർ പാലം കടന്നപ്പോൾ കൂരായണ എന്ന് പറഞ്ഞതുപോലെയാണ് ശ്രീലേഖയ്ക്ക് ഇപ്പോൾ തോന്നിയിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ശ്രീലേഖ അവസാന നിമിഷം വരെ ശ്രീലേഖ ആയിരിക്കും മേയർ എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിലായിരുന്നു ശ്രീലേഖ ഇരുന്നത്. പക്ഷേ അവസാന നിമിഷമാണ് RSSന്റെ ഒരു അന്തിമമായ തീരുമാനം വന്നത്. നമുക്കറിയാം ബി.ജെ.പിയുടെ പിന്നിൽ RSSന്റെ ഒരു അവസാന വാക്കുണ്ട്. ഇപ്പോൾ RSS എന്ത് പറയുന്നോ അതാണ് ബി.ജെ.പിയും കേൾക്കുന്നത്. അങ്ങനെയാണ് ഭരണപരിചയമുള്ള വി രാജേഷിനെയൊക്കെ RSS നോമിനേറ്റ് ചെയ്യുന്നതും ആശാനാഥിനെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നതും. കാരണം ശ്രീലേഖ 2024 ബി.ജെ.പിയിൽ അംഗത്വം എടുത്തതെങ്കിലും വി രാജേഷും ആശാനാഥും അങ്ങനെയല്ല. അവരൊക്കെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു ഭരണ പരിചയമുള്ള ഒരാളെ തന്നെ മേയർ പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ വലിയ രീതിയിൽ CPMനെ തകർക്കാനുള്ള ഒരു സർജിക്കൽ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് തന്നെ RSSും ബി.ജെ.പിയും ഇത് കാണുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇന്നലെ തന്നെ ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ വന്നു. രാവിലെ വന്ന് വി രാജേഷിന് വോട്ട് ചെയ്തു. അതിനുശേഷം ഉടനെ തന്നെ തിരിച്ചുപോയി. ഒരു പാലുകാച്ചുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ശ്രീലേഖ തിരിച്ചുപോയത്. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീലേഖ വരുന്നതും വോട്ട് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ശ്രീലേഖയുടെ മുഖത്ത് ഒരു സന്തോഷമില്ല, ഒരു ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷമമുണ്ട്. ഞാൻ ചതിക്കപ്പെട്ടു എന്നടക്കമുള്ള ചില തോന്നലുകൾ ശ്രീലേഖയുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇത് അറിഞ്ഞതോടുകൂടി തന്നെ കേന്ദ്ര നേതൃത്വങ്ങൾ അമിത്ഷായും മോദിയുമെല്ലാം തന്നെ ദില്ലിയിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ശ്രീലേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടൂർക്കാവിൽ ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കാം, ഒരു MLA ആക്കാം എന്ന ഒരു നീക്കം ബി.ജെ.പി തന്നെ മുന്നിലേക്ക് വെക്കുന്നു. അതിനുശേഷം അതല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന താക്കോൽ സ്ഥാനം, അങ്ങനെ ഒരു പദവിയിലേക്ക് ശ്രീലേഖയെ കൊണ്ടുവരാം. അങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു തീരുമാനം ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ശ്രീലേഖയെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം
ഇപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ശ്രീലേഖയെ ഇപ്പോൾ മേയറാക്കി കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്നൊരു മെയിനായിട്ട് പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലേഖ പുതിയതായിട്ട് ഈ 2024 ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്ത് ബി ജെ പിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനു മുന്നേ വർഷങ്ങളായി ബി ജെ പിക്ക് വേണ്ടി വേർപ്പും ചോരയുമൊക്കെ അഹോരാർത്ഥം ബി ജെ പിക്ക് സമർപ്പിച്ച് പണിയെടുത്ത് ഓരോ മാർച്ചിലും അടിയും ഇടിയും കൊണ്ട് അങ്ങനെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളെയൊക്കെ തഴയുന്നു എന്ന ഒരു സംസാരം ഇതിൻ്റെ ഇടയിലേക്ക് വരും ശ്രീലേഖയെ മേയർ കസേരയിലേക്ക് കൊണ്ടുവന്നാൽ. അപ്പോൾ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകരുത്. ബി ജെ പിക്ക് വേണ്ടി വർഷങ്ങളോളം പണിയെടുത്തവർക്കും ഒരു പരിഗണന അങ്ങനത്തെ രീതിയിലേക്കാണ് പാർട്ടി കണ്ടത്. എന്തായാലും ബി ജെ പി ശ്രീലേഖയെ ഒരിക്കലും കൈവിടില്ല. അതായത് ശ്രീലേഖയ്ക്ക് ഇതിൽ കാട്ടി മേയറിനെ കാട്ടി ഒരു വലിയൊരു പദവി ശ്രീലേഖയ്ക്ക് കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സംസ്ഥാന ബി ജെ പിയുടെ പാർട്ടി ഓഫീസിലും അതോടൊപ്പം തന്നെ കേന്ദ്ര ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.